ഗസയ്ക്കെതിരെ ഇസ്രായേൽ തുടരുന്ന യുദ്ധം പശ്ചിമേഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും ഒന്നടങ്കം വ്യാപിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കെ ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ് ഹൂത്തികളും സയനിസ്റ്റ് സൈന്യവും. യമനിലെ ഹൂത്തി വിമതർ ഇസ്രായേലിലെ പ്രധാന നഗരമായ ടെല്ലവീവിനെ ആദ്യമായി ആക്രമിച്ചപ്പോൾ സയനിസ്റ്റ് സൈന്യം യമൻ തുറമുഖമായ ഹൊദൈദയിലും ആക്രമണം അഴിച്ചുവിട്ടു. ആക്രമണ പ്രത്യാക്രമണ പരമ്പരകൾക്കിടയിൽ ഹൂത്തികൾക്കും ഇസ്രായേലിനുമിടയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വിശദമായി പരിശോധിക്കാം. കൃത്യമായി പറഞ്ഞാൽ വെള്ളിയാഴ്ച പുലർച്ചെ യമൻ സംഘം വിക്ഷേപിച്ച ഡ്രോൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എംബസി ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് 100 മീറ്റർ അകലെയുള്ള സെൻട്രൽ ടെൽ അവീവിലെ ഒരു കെട്ടിടത്തിൽ ഇടിച്ചു. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹൂത്തികളും ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പും ഇസ്രായേലിനെതിരെ മുൻപും വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ടെല്ലവീവിനെ ലക്ഷ്യം വയ്ക്കാൻ ഇതിനു മുൻപ് ഇരു കൂട്ടർക്കും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഹൂത്തികൾ ടെല്ലവീവിനെതിരെ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലികൾ അസ്വസ്ഥരാണ്. ഇറാനിയൻ നിർമ്മിത ഡ്രോൺ സമദ് 3യുടെ വകഭേദമാണ് ഹൂത്തികൾ പ്രയോഗിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ ഹൂത്തികൾ നടത്തിയ ആദ്യത്തെ വിജയകരമായ ആക്രമണം കൂടിയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. ടെല്ലവീവിൽ പറന്നെത്തി സയനിസ്റ്റ് രാജ്യത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച ഡ്രോണിനെ ഹൂത്തികൾ ജാഫ എന്നാണ് വിശേഷിപ്പിച്ചത്. ഫലസ്തീനിലെ വാണിജ്യ കേന്ദ്രമായ ജാഫ നഗരം 1948 ഇസ്രായേൽ അർദ്ധസൈനികർ ആക്രമിച്ചിരുന്നു. പിന്നീടാണ് ടെൽ അവീവ് നഗരമുണ്ടായത്. ഹൂത്തി വക്താവ് ജനറൽ യഹിയ സാരി ടെൽ അവീവിനെ അതിന്റെ ഫലസ്തീൻ പേരായ ജാഫ എന്നാണ് വിളിച്ചത്. അതേസമയം ഹൂത്തികൾ തൊടുത്തുവിട്ട ഡ്രോണിനെ സൗഹൃദ വിമാനമാണെന്ന് തെറ്റിദ്ധരിച്ച് വെടിവെച്ച് വീഴ്ത്തിയില്ലെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു പുതിയ തരം ഡ്രോണാണ് തങ്ങൾ ഉപയോഗിച്ചതെന്ന് ഹൂത്തികളും അവകാശപ്പെടുന്നു. ഇസ്രായേലിനെതിരെ ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിന് മറുപടി എന്നോണം തന്ത്രപ്രധാനമായ യമൻ തുറമുഖത്ത് ഹൊദൈദയിൽ ബോംബ് വർഷം നടത്താൻ സയനിസ്റ്റ് രാജ്യം യുദ്ധവിമാനങ്ങളെ അയക്കുകയാണുണ്ടായത്. കുറഞ്ഞത് 6 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ആക്രമണം തുറമുഖത്തെ ഇന്ധന ഡിപ്പോകളിലും പ്രദേശത്തും വൻ തീപിടുത്തത്തിന് കാരണമായിട്ടുണ്ട്. ഈ ആക്രമണം ഇറാന്റെ ആയുധ കയറ്റുമതിയെ കുറച്ചുകാലത്തേക്കെങ്കിലും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. യമനിലെ ഒരു ദശാബ്ദക്കാലത്തെ യുദ്ധം യമൻ ജനതയ്ക്ക് സമ്മാനിച്ചത് കടുത്ത പട്ടിണിയും ദാരിദ്ര്യവുമായിരുന്നു. യുദ്ധത്തെ തുടർന്നുണ്ടായ പട്ടിണി പ്രതിസന്ധി ഒഴിവാക്കാനും യമൻ ജനതയ്ക്ക് ആവശ്യമായ മാനുഷിക സഹായം എത്തിക്കാനും വേണ്ടി ഉപയോഗിച്ചു പോന്ന തുറമുഖം കൂടിയാണ് ഹൊദൈദ. ഇരുവിഭാഗങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്ന UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സിവിലിയന്മാരെ ദ്രോഹിക്കുന്നതും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കുന്നതും ഒഴിവാക്കാൻ ആഹ്വാനം ചെയ്തു. ലെബനീസ് സായുധ സംഘം ഹിസ്ബുള്ള ഗസ യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേലുമായി മാരകമായ അതിർത്തി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സംഘർഷം ഒരു സമ്പൂർണ്ണ യുദ്ധമായി മാറിയേക്കുമെന്ന ആശങ്കയ്ക്കിടയിൽ ടെൽ അവീവിലെ ഹൂത്തി ഡ്രോൺ ആക്രമണത്തെ ഹിസ്ബുള്ള സ്വാഗതം ചെയ്തിരിക്കുകയാണ്. യമൻ തുറമുഖത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണം അപകടകരമായ ഘട്ടത്തെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കുന്നു. ഹൊദൈദ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ലക്ഷ്യസ്ഥാനങ്ങൾക്കെതിരായ ആക്രമണം തുടരുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഹൂത്തികൾ. ഇസ്രായേൽ തുറമുഖ നഗരമായ എയ്ലത്തിൽ ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഗ്രൂപ്പിന്റെ സൈനിക വക്താവ് വിശദമാക്കി. എന്നാൽ ആരോ 3 പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഒരു ഭൂതല ഉപരിതല മിസൈൽ തകർത്തതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിക്കുന്നു. ലൈബീരിയയുടെ പതാക ഘടിപ്പിച്ച കണ്ടെയ്നർ കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായും ഹൂത്തികൾ അവകാശപ്പെടുന്നുണ്ട്. ഈ ആഴ്ച കുറഞ്ഞത് 3 കപ്പലുകളെയെങ്കിലും ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ടാകുമെന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യമനിലെ ആക്രമണത്തിന് തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാനികളെയും ഹൂത്തികളെയും ഭയപ്പെടുത്തി തടഞ്ഞു നിർത്താനാവില്ലെന്നുമാണ് ടെൽ അവീവ് സർവകലാശാലയുടെ ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി റിസർച്ചിന്റെ വിലയിരുത്തൽ. ഹൂത്തികൾക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഹൂത്തികൾക്കെതിരെ മേഖലയിലെ മറ്റു രാജ്യങ്ങളെ അണിനിരത്താൻ ഇസ്രായേലിന് ബുദ്ധിമുട്ടാണ്.
എന്നാൽ ചെങ്കടലിലെ ഹൂത്തി ആക്രമണം ഇസ്രായേലിനേക്കാൾ ഏറെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ഈജിപ്തിനെയാണെന്നും ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി റിസർച്ച് വിലയിരുത്തുന്നു. അറബ് രാജ്യങ്ങൾ ഇറാന്റെയോ അവരുടെ പ്രോക്സികളുടെയോ പ്രതികരണത്തെ ഭയപ്പെടുന്നു. ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ തലവെച്ചു കൊടുക്കാൻ അറബ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും വിശദമാക്കുകയാണ് ഹൂത്തി ഉദ്യോഗസ്ഥനായ മുഹമ്മദ് അൽ ബുഖൈത്തി. ഇസ്രായേൽ ആക്രമണം ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ പിന്തുണയ്ക്കുന്ന ഞങ്ങളുടെ നിലപാടിനെ ഒരിക്കലും ബാധിക്കില്ല. ഇത് ഗസയിലെ വംശഹത്യ തടയാനുള്ള തങ്ങളുടെ ദൃഢനിശ്ചയത്തിന് കരുത്ത് പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫലസ്തീൻ, ലബനൻ, ഇറാഖ്, ഇറാൻ എന്നിവിടങ്ങളിലെ സഖ്യകക്ഷികളുമായി ചർച്ച ചെയ്ത് ഇസ്രായേലിനെതിരെ സംയോജിത ആക്രമണ പരമ്പരകൾക്ക് തുടക്കമിടാനാണ് ഇതിനോടകം ഹൂത്തികളുടെ തീരുമാനം. Waytonikah.com, the exclusive Muslim matrimonial site.